ഹായ് ഹലോ, ചന്ദ്രികയിൽ അലീന ചിന്ദ്രാന്തത്തിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം. നമ്മുടെ ചന്ദ്രികയിൽ അലീന ചിന്ദ്രാന്തത്തിൽ ഇപ്പോൾ വളരെ നിർണായക ദിവസമാണ്. ഗൗതമിൻ്റെയും നന്ദയുടെയും ജീവിതത്തിൽ വിള്ളല് വീണുകൊണ്ടിരിക്കുകയാണ്. ഗൗതം ഒരിക്കലും സത്യങ്ങൾ നന്ദയോട് തുറന്നു പറഞ്ഞിട്ടില്ല. നന്ദ അറിഞ്ഞു കഴിഞ്ഞാൽ ഒരു പോലീസുകാരൻ്റെ മകളായതുകൊണ്ട് തന്നെ രാജ്യത്തിന് ഇത് നശിപ്പിക്കാൻ ശ്രമിക്കുന്ന ഒരു തീവ്രവാദി ആണ് ഈ അഭിരാമി എന്നുള്ള സത്യം അറിഞ്ഞാൽ ഒരിക്കലും നന്ദ അഭിരാമിയെ സംരക്ഷിക്കാനായിട്ട് സമ്മതിക്കത്തില്ല. അത് ഇപ്പോൾ അതിൻ്റെ പേരിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകാം. അത് ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഗൗതം ഈ ഒരു സത്യം എല്ലാവരിൽ നിന്നും മറച്ചു വെക്കുന്നത്. പക്ഷെ മറച്ചു വെക്കുന്നിടത്തോളം കാലം ഗൗതമിൽ ഒരുപാട് സംശയം നന്ദയ്ക്ക് തോന്നുകയും നന്ദയുടെയും ജീവിതം നശിക്കാനും ഉള്ള സാധ്യതകളാണ് കാണുന്നത്. എന്നാൽ ഇന്നത്തെ എപ്പിസോഡിൽ നന്ദ എല്ലാ സത്യങ്ങളും തിരിച്ചറിയാൻ വേണ്ടിയിട്ട് പോവാണ്. പിങ്കിക്ക് എന്ന് പറയുമ്പോഴത്തേക്കും ഒന്നാതെ പിങ്കിയും ഗൗതമും കണ്ടുമുട്ടി. അതിനുശേഷമാണ് നന്ദയും ഗൗതമും തമ്മിൽ കണ്ടുമുട്ടിയത്. അങ്ങനെ നന്ദയെ അതിനുശേഷം ഗൗതം കല്യാണം കഴിച്ചു. ഇനി അഭിരാമിയും കൂടി ഗൗതമിന്റെ ജീവിതത്തിൽ വരാനായിട്ട് പിങ്കിക്ക് പറ്റത്തില്ല. അപ്പോൾ നന്ദയെ മണിയടിച്ച് നിന്നാൽ മാത്രമേ എന്താണ് സത്യം എന്ന് അറിയാൻ വേണ്ടിയിട്ട് പിങ്കിക്ക് സാധിക്കത്തുള്ളൂ. അതുകൊണ്ടാണ് പിങ്കി നന്ദയെ ചേർത്ത് നിർത്തി ഇങ്ങനെ നിൽക്കുന്നത്. പക്ഷേ ഇന്ന് പിങ്കിയുടെ കുരുട്ടുബുദ്ധി കാരണം ആ ഒരു രഹസ്യം പുറത്താവാൻ വേണ്ടിയിട്ട് പോവാണ്. ഇന്ന് നന്ദയും ഗൗതമും ഹോസ്പിറ്റലിൽ വെച്ച് കണ്ടുമുട്ടാനും പ്രതീക്ഷിക്കാത്ത പല അപ്രതീക്ഷിത സംഭവങ്ങളും ഇന്ന് നടക്കാൻ വേണ്ടിയിട്ട് പോവാണ്. പിന്നെ എന്തൊക്കെയായിരിക്കും സംഭവിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞങ്ങളിരുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അങ്ങനെ ഭയങ്കര ഒരു പൊട്ടിത്തെറിയും കലഹങ്ങളൊക്കെ ആയിട്ട് നമ്മുടെ ഇന്ത്യവരം തറവാട് ഭയങ്കരമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇന്ത്യവരത്തിൽ വലിയൊരു മാറ്റം എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ നമുക്ക് ഒരുപാട് സന്തോഷം എന്ന് പറയുമ്പോൾ, അരുന്ധതിയുടെ പെട്ടെന്നുള്ള മാറ്റമാണ്. അരുന്ധതി ഇതുവരെ നന്ദയെ എപ്പോഴും കുറ്റപ്പെടുത്താനും നന്ദയെ അകറ്റി നിർത്തുക മാത്രമാണ് ചെയ്തത്. ഒരിക്കലും നന്ദയെ ഭാര്യയായിട്ട് അംഗീകരിക്കാനായിട്ട്, ഗൗതമിന്റെ ഭാര്യയായിട്ട് അംഗീകരിക്കാനായിട്ട് ഒരിക്കലും അരുന്ധതി തയ്യാറായിരുന്നില്ല. ഇപ്പോൾ ഗൗതമിന്റെ ഭാര്യയാണ് എങ്കിൽ പോലും തൻ്റെ വീട്ടിലെ മരുമകളായിട്ട് അംഗീകരിക്കാനായിട്ട് അരുന്ധതി ഒട്ടും തയ്യാറായിരുന്നില്ല. അങ്ങനെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിലും ഇപ്പോൾ നന്ദയുടെ ഈ ഒരു ജീവിതത്തിൽ കിട്ടിയ നേട്ടം അരുന്ധതി ഒരുപാട് മാറ്റിമറിച്ചു. അങ്ങനെ നന്ദയെ സ്വീകരിക്കാനും നന്ദയെ വീട്ടിലെ അംഗമായിട്ട് കരുതാനും ഒക്കെ അരുന്ധതി തയ്യാറായി. അത് മാത്രമല്ല, നന്ദയ്ക്ക് വലിയൊരു സമ്മാനമാണ് അരുന്ധതി കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. നന്ദയ്ക്ക് കിട്ടിയ ഈ ഒരു നേട്ടത്തിൻ്റെ പേരിൽ നന്ദയ്ക്ക് ഒരു സ്വർണ്ണമാല, ഒരു 2-3 തട്ടൊക്കെയുള്ള സ്വർണ്ണമാല നന്ദയ്ക്ക് കൈമാറുകയും സന്തോഷത്തോടെ നന്ദയെ അത് അണിയിക്കുകയൊക്കെയാണ് ചെയ്തത്. ഇത് കണ്ടപ്പോൾ ഗൗതമിനും അർജുനും പിന്നെ അവിടെ നമ്മുടെ ലക്ഷ്മിക്കൊക്കെ ഒരുപാട് സന്തോഷമായി. അങ്ങനെ അവരെ കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ചു. എങ്കിലും ഇഷ്ടപ്പെടാത്ത 3 പേരാണുള്ളത്. നമ്മൾ മോഹിനിയും പവിത്രയും പിന്നെ അതുപോലെ തന്നെ പിങ്കി. അങ്ങനെ നന്ദയ്ക്ക് ഒരുപാട് സന്തോഷമായെങ്കിലും നന്ദ മറ്റൊരു കാര്യം കൂടി പറഞ്ഞു. ഞാൻ ഈ ഒരു മാല പിങ്കിക്ക് കൊടുക്കാനായിട്ടാണ് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ഞാൻ എല്ലാവരുടെയും സമ്മതത്തോടു കൂടി ഈ മാല പിങ്കിക്ക് കൈമാറുവാണ്. ഞാൻ തന്നോട്ടെ പിങ്കി എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് ആരുടെയും ഔദാര്യം ആവശ്യമില്ല എന്നാണ് പിങ്കി പറഞ്ഞത്. അപ്പോൾ അവിടെ നന്ദ പറഞ്ഞത്, ഞാൻ ഔദാര്യമായിട്ടൊന്നും തരുന്നതല്ല, പിങ്കി എൻ്റെ സഹോദരിയാണ്, എൻ്റെ അനിയൻ്റെ ഭാര്യയാണ് പിങ്കി. അപ്പോൾ പിന്നെ പിങ്കിക്ക് സമ്മാനം തരുന്നതിൽ എനിക്ക് ഒരുപാട് സന്തോഷമേ ഉള്ളൂ എന്ന് പറയുന്നുണ്ടെങ്കിലും ഇതെല്ലാം കണ്ടിട്ട് അസൂയുള്ള പിങ്കി അതെല്ലാം നിരസിക്കുകയാണ് ചെയ്തത്. അങ്ങനെ ആ ഒരു സംഭവങ്ങൾ നടക്കുന്ന സമയത്താണ് പെട്ടെന്ന് ഗൗതമിന്റെ ഫോണിലോട്ടൊരു കോൾ വരുന്നത്. കാരണം അവിടെ അഭിരാമി ഇതേപോലെ അതായത് നമ്മുടെ അഖില ഹോസ്പിറ്റലിൽ നിന്ന് നടന്ന് റൂമിലോട്ട് പോകുന്ന സമയത്ത് ഒരു പോലീസുകാരൻ അവിടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ പോലീസുകാരൻ ചോദിച്ചു റിസപ്ഷൻ എവിടെയെന്ന് ചോദിക്കുകയും ഈ അഭിരാമി റിസപ്ഷൻ കാണിച്ചു കൊടുത്തു. അങ്ങനെ എന്താണ് പോലീസ് വന്നതിന്റെ ഉദ്ദേശം എന്ന് അറിയാൻ വേണ്ടിയിട്ട് അഭിരാമി അവിടെ ഒളിഞ്ഞു പോയി നോക്കുന്നുണ്ടായിരുന്നു. ആ സമയത്ത് പോലീസുകാരൻ റിസപ്ഷനിൽ പോയിട്ട് രജിസ്റ്റർ എടുത്ത് നോക്കുകയും അതിൽ അഖില എന്ന് പറയുന്ന പേരുള്ള ഏതെങ്കിലും പെൺകുട്ടി ഉണ്ടോ എന്ന് നോക്കുകയാണ്. അപ്പോൾ അഖില എന്ന് പറയുന്ന പെൺകുട്ടി ഇല്ല എന്നും, എന്നാൽ നിങ്ങളൊന്ന് ചെക്ക് ചെയ്തിട്ട് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞപ്പോൾ അവിടെ അഭിരാമിക്ക് മനസ്സിലായി തന്നെയാണ് തിരഞ്ഞു നടക്കുന്നതെന്നും പോലീസ് തന്നെ തിരഞ്ഞ് ഇവിടം വരെ എത്തി എന്നുള്ള ഒരു സത്യം അഭിരാമി മനസ്സിലാക്കി. ഈ ഒരു വിവരം പറയാൻ വേണ്ടിയിട്ടാണ് ഗൗതമിനെ വിളിക്കുന്നത്. അങ്ങനെ ഗൗതമിനെ പെട്ടെന്ന് കോൾ വരുമ്പോൾ നന്ദയും എല്ലാവരും ഗൗതമിന്റെ ആ ഫോൺ കോളിലോട്ടാണ് ശ്രദ്ധ ചെലുത്തിയത്. ആ സമയത്ത് ഗൗതം പറഞ്ഞത് മിസ് കോൾ ആണ് എന്ന് പറഞ്ഞുകൊണ്ട് ഗൗതം പുറത്തോട്ട് ഇറങ്ങുകയാണ് ചെയ്തത്. അപ്പോൾ അത് ആരായിരിക്കും വിളിച്ചത് എന്നറിയാൻ വേണ്ടിയിട്ട് നന്ദയും പിന്നാലെ പോയപ്പോഴത്തേക്കും നന്ദയെ കണ്ടപ്പോൾ തന്നെ ഗൗതം ശബ്ദം താഴ്ത്തി സംസാരിച്ചു. എന്താ കാര്യമെന്ന് ചോദിച്ചപ്പോൾ അഭിരാമി കാര്യങ്ങൾ പറയുന്നുണ്ട്. എത്രയും പെട്ടെന്ന് തന്നെ ഇങ്ങോട്ട് എത്തണം എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഗൗതം അങ്ങോട്ട് ഹോസ്പിറ്റലിലോട്ട് ധൃതി പിടിച്ച് പോവാണ്. അവിടെ ഗൗതം റൂമിൽ ചെന്നിട്ട് ധൃതി പിടിച്ച് പോകാൻ വേണ്ടിയിട്ട് നിൽക്കുമ്പോഴും നന്ദ ചോദിക്കുന്നുണ്ട്, ഗൗതം സാർ എവിടെയാണ് പോകുന്നത്? നാളത്തെ ഫംഗ്ഷന്റെ കാര്യം അറിയാമല്ലോ, ഒരിക്കലും പോകാൻ പാടില്ല എന്നൊക്കെ നന്ദ തടയുന്നുണ്ടെങ്കിൽ ഗൗതം ഒരിക്കലും സമ്മതിച്ചില്ല. അവസാനം ഇത് ആരാണ് വിളിച്ചത്, എന്തിനാണ് ഗൗതം സാർ പോകുന്നത് എന്നറിയാൻ വേണ്ടിയിട്ട് നന്ദ ഫോൺ എടുത്ത് നോക്കുന്നുണ്ട്. ഫോൺ എടുത്ത് നോക്കിയ സമയത്ത്
അതിൽ ഫോൺ എടുത്ത് നോക്കാൻ വേണ്ടിയിട്ട്, കോൾ ഹിസ്റ്ററി നോക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്ന സമയത്താണ് ഗൗതം ഫോൺ പിടിച്ചു വാങ്ങാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നത്. അപ്പോൾ ഗൗതം സാർ അത് പറ്റത്തില്ല എന്നൊക്കെ പറയുകയും, എന്നാൽ ഒരു വട്ടം നീ ഫോൺ എടുത്ത് നോക്കിയപ്പോൾ ഞാൻ ഒന്നും പറഞ്ഞില്ല, പക്ഷെ ഇതിൽ ഞാൻ തരാൻ സാധിക്കത്തില്ല, എനിക്ക് പറ്റത്തില്ല, ഒരാളുടെ അനുവാദമില്ലാതെ മറ്റൊരാൾ ഫോൺ എടുക്കുന്നത് നല്ലതല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഗൗതം ഫോൺ പിടിച്ചു വാങ്ങുകയും അങ്ങനെ സഹിയിട്ട് നന്ദയെ ഗൗതം പിടിച്ച് തള്ളുകയാണ് ചെയ്തത്. അങ്ങനെ നന്ദ പോയി ബെഡിൽ പോയി വീഴുകയും ഫോൺ കൈക്കലാക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പ്രവൃത്തി, ഗൗതമിന്റെ ഈ ഒരു പ്രവൃത്തിയൊക്കെ കണ്ടപ്പോൾ നന്ദയ്ക്ക് ഒരുപാട് സങ്കടം തോന്നി. എന്നിട്ട് നന്ദ പറഞ്ഞത്, എനിക്ക് മനസ്സിലായി ആരെയാണ് ഗൗതം സാർ വിളിക്കുന്നത് എന്നല്ല എനിക്ക് മനസ്സിലായി, അഭിരാമിയെ കാണാനല്ലേ ഇവിടുന്ന് ഓടുന്നത് എന്നൊക്കെ പറയുമ്പോൾ ഗൗതം പറഞ്ഞത്, എന്നിട്ട് ദേഷ്യത്തോടെ ഗൗതമിന്റെ ഷർട്ടിൽ പിടിച്ച് നന്ദ ദേഷ്യപ്പെടുകയാണ് ചെയ്തത്. ഈ ഒരു സംഭവം കണ്ടപ്പോൾ ഗൗതം പതുക്കെ സമാധാനത്തോടെ പറയുന്നുണ്ട്, എനിക്കിത് ഒരു ഒഫീഷ്യൽ കാര്യമാണ്, ഒരിക്കലും നിന്നോട് പറയാൻ പറ്റത്തില്ല. പക്ഷേ ഇതെല്ലാം കേട്ടപ്പോഴും നന്ദ പറഞ്ഞത്, നാളത്തെ ദിവസത്തിന്റെ പ്രാധാന്യം എന്താണെന്ന് ഗൗതം സാറിന് അറിയാമല്ലോ, അതിന് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ എന്ന് പറഞ്ഞപ്പോഴും അവിടെ ഗൗതം പറഞ്ഞത്, എനിക്ക് നാളത്തെ ദിവസത്തെ പ്രാധാന്യം അറിയാം, ഞാൻ ഉറപ്പായിട്ടും വന്നിരിക്കും. നാളെ ഒരു ദിവസം ഉണ്ടെങ്കിൽ ആ ഒരു ഫംഗ്ഷന്റെ ടൈമിന് ഞാൻ അവിടെ എത്തി, നന്ദ അവാർഡ് വാങ്ങുന്നത് കാണാനായിട്ട് ഞാൻ ഉറപ്പായിട്ട് അവിടെ ഉണ്ടായിരിക്കും എന്ന് നന്ദയ്ക്ക് ഗൗതം വാക്ക് കൊടുക്കുകയും, എന്നാൽ സത്യം ചെയ്യാനായിട്ട് പറയുമ്പോൾ ഗൗതം നന്ദയുടെ കയ്യിൽ തൊട്ട് സത്യം ചെയ്യുകയാണ്, ഞാൻ ഉറപ്പായിട്ടും വരുമെന്ന്. ആ ഒരു ഉറപ്പിന്റെ വിശ്വാസത്തിലാണ് നന്ദ ഗൗതമിനെ പറഞ്ഞയക്കുന്നത്. അങ്ങനെ താഴോട്ട് വന്ന സമയത്തും അരുന്ധതി എല്ലാം ഗൗതമിനെ തടയുന്നുണ്ടെങ്കിലും ഗൗതം പറഞ്ഞത്, എനിക്ക് അത്യാവശ്യമായിട്ട് പോയേ പറ്റത്തുള്ളൂ എന്നാണ്. അങ്ങനെ ഗൗതം പോയി. എന്നാലും എല്ലാവർക്കും ഈ ഒരു കാര്യം മനസ്സിലുണ്ട്. അപ്പോൾ അർജുനും പറയുന്നുണ്ട്, ഗൗതം എന്തോ ഒളിപ്പിക്കുന്നുണ്ടെന്ന് എല്ലാവർക്കും മനസ്സിലായി. എന്നാൽ ഒരിക്കലും നന്ദ ചോദിച്ചിട്ട് സത്യങ്ങൾ പറയാത്ത ഗൗതമിനോട് ഇനി എങ്ങനെ സത്യം കണ്ടുപിടിക്കാനാണെന്നുള്ള ഒരു സങ്കടത്തിലാണ് നന്ദ. ഈ ഒരു സമയമാണ് പിങ്കിക്ക് ഒരു ഫോൺ വരുന്നുണ്ട്. പുഷ്പനാണ് വിളിച്ചത്. അപ്പോൾ പുഷ്പൻ വിളിച്ചിട്ട് പറയുവാണ്, ഇതേപോലെ ഗൗതം ഇതേപോലെ ഒരു ഹോസ്പിറ്റലുണ്ടെന്നും കാടൻകൊല്ലിയിലുണ്ടെന്നും അവിടെ ഒരു പെൺകുട്ടിയുമായിട്ടാണ് കണ്ടത്, പെൺകുട്ടി ഗർഭിണിയാണ്. അപ്പോൾ ആദ്യം പിങ്കി കേട്ടപ്പോൾ പറഞ്ഞത് അത് വേറെ ആരെങ്കിലും പരിചയത്തിലോ ആരെങ്കിലും ആയിരിക്കും. ഒരിക്കലുമല്ല, ആ പെൺകുട്ടിയുമായിട്ട് ചേർന്ന് നിന്ന് ഗൗതം പോകുന്നത് കാണുമ്പോഴേ തന്നെ നമുക്ക് അറിയാൻ പറ്റും അത് സ്നേഹിക്കുന്ന പെൺകുട്ടിയാണോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും ആണോ എന്ന്. അത് ഉറപ്പായിട്ട് ഗൗതമിന്റെ കുഞ്ഞാണ്, ആ ഗൗതം സ്നേഹിക്കുന്ന പെൺകുട്ടിയാണ് എന്നൊക്കെ നമുക്ക് ഒറ്റ നോട്ടത്തിൽ കണ്ടറിയാം. ഇതൊക്കെ കണ്ടപ്പോൾ പിങ്കിക്ക് ദേഷ്യം വന്നു. പിങ്കി നേരെ നന്ദയോട് പോയി സംസാരിക്കുകയാണ്. അപ്പോൾ നന്ദ പറഞ്ഞത് ഒരിക്കലുമല്ല. അപ്പോൾ ഇതൊക്കെ കേട്ടപ്പോൾ നന്ദയ്ക്ക് ദേഷ്യം വന്നിട്ട് നന്ദ സംസാരിക്കാൻ വേണ്ടിയിട്ട് കോൾ ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങുമ്പോൾ പിങ്കി അവിടെ തടയുവാണ്. നീ വിളിച്ചിട്ട് ഒരു കാര്യമില്ല, നീ ആദ്യം ചോദിച്ചപ്പോൾ ഗൗതം സത്യം പറയാനായിട്ട് തയ്യാറായില്ലല്ലോ, അപ്പോൾ പിന്നെ ഇനിയും പറയാനായിട്ടൊന്നും ഒരുക്കമല്ല, അതുകൊണ്ട് നമ്മൾ നേരെ അങ്ങോട്ട് ഹോസ്പിറ്റലിലോട്ട് പോകുന്നു. ഹോസ്പിറ്റലിൽ പോയതിനു ശേഷം സ്ഥലം എവിടെയെന്ന് അറിയാലോ, അപ്പോൾ പോയിട്ട് അവരെ രണ്ടുപേരെ കൈയോടെ പിടികൂടുന്നു എന്ന് ഉറപ്പിച്ചുകൊണ്ട് നന്ദയും പിങ്കിയും കൂടി നേരെ ഹോസ്പിറ്റലിലോട്ട് പോവാണ്. ഈ ഒരു സമയത്ത് ഗൗതം ഡോക്ടറിനോട് പറഞ്ഞു ഡിസ്ചാർജിന് എഴുതി വാങ്ങിച്ചിട്ടുണ്ട്, ഉടനെ തന്നെ അവിടുന്ന് പോകാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ്. ഈ സമയത്താണ് പിങ്കിയും നന്ദയും കൂടി ഹോസ്പിറ്റലിലോട്ട് എത്തുന്നത്. ഇനി എന്തൊക്കെയായിരിക്കും അവരുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോവുക? അഭിരാമിയെയും ഗൗതമിനെയും ഒരുമിച്ച് കണ്ടു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഗൗതമിന്റെയും നന്ദയുടെയും ജീവിതം തകരുക തന്നെ ചെയ്യും. ഇനി എന്തൊക്കെയായിരിക്കും നടക്കാൻ പോകുന്നത് എന്ന് നമുക്ക് വരുന്ന ആളുകളിൽ കണ്ടറിയാം. അതുവരേക്കും ടാറ്റാ ബൈ.